PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി തന്നെ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്, ഇപ്പോൾ നാളെ പഠിക്കേണ്ട ടോപ്പിക് എന്താണെന്നുള്ളത് ഇന്ന് രാത്രി തന്നെ നമ്മൾ ടെലിഗ്രാമിൽ മെൻഷൻ ചെയ്യും. നമ്മൾ പിറ്റേ ദിവസം കാലത്ത് അതിൻ്റെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അന്ന് രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ ഡിസ്കഷൻ ലൈവായിട്ട് രാത്രി 8 മണിക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ ന്യൂ SCERT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിന്റെ എല്ലാം തന്നെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ദിവസം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളും PYQ ഡിസ്കഷൻ സെഷനും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ ആക്റ്റീവായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന പിള്ളേരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടി പറ്റും. നമ്മുടെ കഴിഞ്ഞ LDC 2024 നമ്മൾ ഇതുപോലൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൃത്യമായിട്ട് അവസാനം വരെ ഫോളോ ചെയ്ത് പഠിച്ച എല്ലാവരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷ എഴുതി നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിനാദ്യം തന്നെ നിങ്ങളെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണേ. ടെലിഗ്രാമിലാണ് നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോൾസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും ടെലിഗ്രാമിലൂടെയാണ്. സോ ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ അധികം ഭേദഗതികൾ പഠിക്കാനുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഭേദഗതി എന്ന് പറയുന്നത്? എന്താണ് ഭേദഗതി? അതായത് ഭരണഘടനാ വകുപ്പുകളിൽ നമ്മൾ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കുക, നിലവിലുള്ള ഏതെങ്കിലുമൊക്കെ വകുപ്പുകൾ റദ്ദാക്കുക, ഇതിനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭരണഘടനയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുക, പുതിയതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക, നിലവിലുള്ളതിനെ റദ്ദാക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഭാഗം 20 ആണ് കേട്ടോ. ഭാഗം 20. ഭാഗം 20ലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ, PSCയുടെ സ്ഥിരം ചോദ്യമാണ്, ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ആർട്ടിക്കിൾ 368ലാണ് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് 20 ഉണ്ടല്ലോ, ഭാഗം 20, അതിൽ ആകെ ഒരേ ഒരു ആർട്ടിക്കിളെ പഠിക്കാനുള്ളൂ നമുക്ക്, 368 മാത്രം. അപ്പൊ ഭാഗം 20 ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. ഏതാണ്? 368 ആണ്. ഈ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ, നമ്മൾ കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്, സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ഇനി ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാ? ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ് ഉള്ളത്. ഓക്കെ, ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ്, പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. ഈ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് 3 രീതികളുണ്ട്. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിലെ ആദ്യത്തെ രീതി എന്താന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ആദ്യത്തേതാണ് സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം എന്ന് പറയും. സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം. ദെൻ രണ്ടാമത്തേത് സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം. മലയാളത്തിലാണ് നമുക്ക് പരീക്ഷ, സോ മലയാളം ടേംസ് ഒക്കെ പഠിച്ചു വെക്കാം. സ്പെഷ്യൽ മെജോറിറ്റി അഥവാ പ്രത്യേക ഭൂരിപക്ഷം എന്ന് വെച്ചാൽ എന്താണ്? 3/2 ഭാഗം ഭൂരിപക്ഷം വേണം എന്നതാണ് അർത്ഥം. ഓക്കെ, 2/3. ദെൻ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, പ്രത്യേക ഭൂരിപക്ഷം. ഈ പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ കൂടെ എന്തും കൂടെ വേണം? പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും വേണം. ഓക്കെ, 50% എബോവ്, 50%-ലധികം, പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ്
നമുക്ക് ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കാൻ കഴിയുന്നത്. അപ്പൊ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന രീതിയുണ്ട്. അതുപോലെ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടെ അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി 50% അല്ലെങ്കിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ലഭിച്ചുകൊണ്ട് പാസ്സാക്കാൻ കഴിയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്നാണ് പറയാ. ഇത് PYQ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പറയുമ്പോൾ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നതിനെ അയവുള്ളതും കർക്കശ സ്വഭാവമുള്ളവയാണെന്നാണ് പറയാ. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയുള്ളവയാണ്? അയവുള്ളവ എന്ന് പറയുന്നതാണ് ഫ്ലെക്സിബിൾ. അതുപോലെ തന്നെ കർക്കശ സ്വഭാവമുള്ളവ, അതായത് റിജിഡ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. എന്താണ്? അയവുള്ളവയും കർക്കശ സ്വഭാവമുള്ളവയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിരുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. കേവല ഭൂരിപക്ഷം മതി എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് നമുക്ക് കേവല ഭൂരിപക്ഷം മതി, വളരെ കുറച്ച് ഭൂരിപക്ഷം മതി. എന്നാൽ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്താണ്? അത്രയും പെട്ടെന്നുള്ള പ്രൊസീജിയേഴ്സ് കൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല, അല്ലെ? പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി സംസ്ഥാനങ്ങളുടെ പിന്തുണയും കൂടെ വേണം. അപ്പൊ ചിലത് മാറ്റം വരുത്താൻ ഈസിയാണ്, ചിലത് മാറ്റം വരുത്താൻ കുറച്ച് പാടാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചിലത് ഫ്ലെക്സിബിൾ ആണ് എന്നും ചിലത് റിജിഡ് ആണ് എന്ന് പറയുന്നത്. ചിലത് അയവുള്ളവയാണ്, ചിലത് കർക്കശ സ്വഭാവമുള്ളവയാണ് എന്ന് നമുക്ക് പറയാം. ഇനി പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് 42ാം ഭേദഗതിയിലോട്ടൊക്കെ കടക്കാം കേട്ടോ. അപ്പൊ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന രീതി ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. കേവല ഭൂരിപക്ഷം, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കാൻ കഴിയുന്ന രീതികൾ. ഒന്നാമത്, പുതിയ സംസ്ഥാനങ്ങളുടെ അഡ്മിഷൻ, അതുപോലെ തന്നെ രൂപീകരണം. പുതിയ സംസ്ഥാനങ്ങളുടെ അഡ്മിഷൻ, രൂപീകരണം എന്നിവ കേവല ഭൂരിപക്ഷത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശം, അതിർത്തി, അതുപോലെ അവയുടെ പേര്, ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നതും എന്ത് മതി? കേവല ഭൂരിപക്ഷം മതിയാവുന്ന ഒരു കേസാണ്. ഓക്കെ, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളിലോ അതിർത്തികളിലോ പേരിലോ ഒക്കെ മാറ്റം വരുത്തണമെങ്കിലും എന്തു മതി? കേവല ഭൂരിപക്ഷം, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതിയാവും. അതേപോലെ തന്നെ രാഷ്ട്രപതി, അതുപോലെ ഗവർണർമാർ, അതുപോലെ തന്നെ സ്പീക്കർ, ദെൻ ജഡ്ജിമാർ, ഇവരുടെ എല്ലാം ശമ്പളം, അതുപോലെ തന്നെ അലവൻസ്, അവരുടെ പ്രത്യേക അവകാശങ്ങൾ, ഇതിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് പാർലമെന്റിന്റെ എന്തു മതി? കേവല ഭൂരിപക്ഷം മതി. രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും സ്പീക്കർമാരുടെയും ജഡ്ജിമാരുടെയും എല്ലാം ശമ്പളം, അലവൻസുകൾ, പ്രത്യേക അവകാശങ്ങൾ, ഇതെല്ലാം മാറ്റാനായിട്ട് നമുക്ക് എന്ത് മതി? കേവല ഭൂരിപക്ഷം മതി എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. അതുപോലെ തന്നെ പാർലമെന്റിന്റെ ക്വോറം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ കേവല ഭൂരിപക്ഷം വേണ്ട കാര്യമാണ്. പാർലമെന്റിന്റെ ക്വോറം മാത്രമല്ല, ശമ്പളം, അതുപോലെ തന്നെ അലവൻസ്. പാർലമെന്റിന്റെ ക്വോറം, ശമ്പളം, അലവൻസ് എന്നിവയെല്ലാം തീരുമാനിക്കുന്നതും കേവല ഭൂരിപക്ഷത്തോടു കൂടിയാണ്. എന്താണ് ഈ ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മളൊരു യോഗം ചേരുമ്പോൾ, അല്ലെ, നമ്മളൊരു തീരുമാനം എടുക്കാനായിട്ട് യോഗം ചേരുമ്പോൾ അവിടെ മിനിമം ഇത്ര ആളുകൾ വേണം എന്നുണ്ട്, അല്ലെ? അവയുടെ ഒരു എണ്ണമുണ്ട്, ഇത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് യോഗം ചേരാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ആ ഒരു എണ്ണത്തെയാണ്, അംഗങ്ങളുടെ ബലത്തെയാണ് നമ്മൾ ക്വാറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാർലമെന്റിന്റെ ക്വാറം, അതുപോലെ തന്നെ ശമ്പളം, അലവൻസ്, ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കാനും എന്ത് മതി? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതിയാവും. അതേപോലെ തന്നെയാണ് പാർലമെന്റിന്റെ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ കേട്ടോ. പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ, അതിനും കേവല ഭൂരിപക്ഷം മതിയാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സുപ്രീം കോടതിയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതിയാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.
അതുപോലെ തന്നെയാണ് പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും. പൗരത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? പൗരത്വം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്, അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ പൗരത്വം ഏറ്റെടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഇതും എന്താ, കേവല ഭൂരിപക്ഷം മതിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുമൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് അതും എന്ത് തന്നെയാണ്, കേവല ഭൂരിപക്ഷത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, പാർലമെന്റിലേക്കും അതുപോലെ തന്നെ നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഇതെല്ലാം കേവല ഭൂരിപക്ഷം വേണ്ട കാര്യങ്ങളാണ്. അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി യൂണിയൻ ടെറിട്ടറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തീരുമാനങ്ങളും എന്താ, കേവല ഭൂരിപക്ഷത്തോടു കൂടി വേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കേവല ഭൂരിപക്ഷം മതിയാവുന്ന കേസുകളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? പുതിയ സംസ്ഥാനങ്ങളുടെ അഡ്മിഷൻ, രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശം അതിർത്തി എന്നിവയിലുള്ള മാറ്റം, ദെൻ രാഷ്ട്രപതി, ഗവർണർമാർ, സ്പീക്കർമാർ, ജഡ്ജിമാർ എന്നിവരുടെ ശമ്പളം, അലവൻസ്, പ്രത്യേക അവകാശങ്ങൾ, പാർലമെന്റിന്റെ ക്വാറം, ശമ്പളം, അലവൻസ്, പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ, സുപ്രീം കോടതിയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കുക, പൗരത്വം ഏറ്റെടുക്കുക, അവസാനിപ്പിക്കുക, പിന്നെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെല്ലാം പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മതിയാവും. ഇനി പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്നത്, പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കുന്ന രീതികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പഠിക്കേണ്ട രണ്ട് പോയിന്റ് ആണ്. ഒന്ന്, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും എന്ത് വേണം, പ്രത്യേക ഭൂരിപക്ഷം വേണം. പ്രത്യേക ഭൂരിപക്ഷം എന്ന് വെച്ചാൽ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ മൗലിക അവകാശം, നിർദ്ദേശക തത്വങ്ങൾ, ഇതിൽ രണ്ടിലും നമുക്ക് പ്രത്യേക ഭൂരിപക്ഷം, പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലോ, എന്താ, ഈ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടെ എന്ത് വേണം, പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണം അല്ലെ? പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണം. അപ്പൊ അതില് പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് എന്ത് വേണം, ഇതേപോലെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. അതേപോലെ കേന്ദ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് അധികാര പരിധി നിശ്ചയിക്കാനായിട്ട്, കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ പരിധി നിശ്ചയിക്കുന്നതിനും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ പിന്തുണയും കൂടെ വേണം. പിന്നെ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാര വിഭജനം. യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാര വിഭജനത്തിനും എന്തു വേണം, പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ പിന്തുണ വേണം. അതുപോലെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, GST കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്ത് വേണം, സംസ്ഥാനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളിലോട്ട് കടക്കാം. അതിൽ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതി എന്ന് പറയുന്നത് നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് അല്ലെ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42ാം ഭേദഗതിയാണ്. ഈ 42ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ആര്? ഇന്ദിരാഗാന്ധി ആയിരുന്നു 42ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ സമയത്ത് നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷനായ 42ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ
ഈ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കെയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇവിടെ എന്ത് വരുന്നത്, 42ാം ഭേദഗതി 1975 എന്താ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അല്ലെ. അപ്പൊ 1976 ഏതാ വർഷം, 1976 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. അപ്പൊ ഈ 42ാം ഭേദഗതിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി PSC സ്ഥിരം ചോദിക്കുന്നതാണ്, സ്വരൺ സിംഗ് കമ്മിറ്റി. എന്താ കമ്മിറ്റിയുടെ പേര്, സ്വരൺ സിംഗ് കമ്മിറ്റി. 42ാം ഭേദഗതിക്കായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 42ാം ഭേദഗതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷയ്ക്ക് എപ്പോഴും എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. 42ാം ഭേദഗതിയിലെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാ, ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി. ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് ഏതെന്ന് പറയുന്നത്, 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ആമുഖം ഭരണഘടന ചെയ്ത് നമ്മൾ ഭേദഗതി ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആമുഖം നമ്മൾ പഠിച്ചായിരുന്നു. ഭരണഘടനയുടെ ആമുഖം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 42ാം ഭേദഗതിയിലൂടെ ഒരേ ഒരു തവണ മാത്രമേ നമ്മൾ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആമുഖത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തിയത് 42ാം ഭേദഗതിയിലൂടെ എന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആമുഖത്തിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്നതിനു പകരം എന്താക്കി മാറ്റി, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കിയിട്ട് മാറ്റി അല്ലെ. അപ്പൊ അവിടെ നമ്മൾ 3 വാക്കുകൾ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു. എന്തൊക്കെയാണ്, ഈ മതേതരത്വം എന്നുള്ളത് മാത്രമല്ലാതെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ കൂടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42ാം ഭേദഗതിയിലൂടെ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഒന്ന് സ്ഥിതി സമത്വം. സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്. സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. മതേതരത്വം. മതേതരത്വം അഥവാ സെക്യുലർ എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. 3 അഖണ്ഡത. അഖണ്ഡത അഥവാ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അഖണ്ഡത അഥവാ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു 42ാം ഭേദഗതിയുടെ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1976. എന്നാൽ അത് നിലവിൽ വന്നതെന്ന് എന്നും പറഞ്ഞ് എടുത്തു ചോദിക്കുകയാണെങ്കിൽ 1977 ജനുവരി 3-നാണ്. 1977 ജനുവരി 3-നാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ 2 ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാണ് ആ 2 ഭാഗങ്ങൾ? 42ാം ഭേദഗതിയിലൂടെ 2 ഭാഗങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്തു. ഒന്നാമത്തേത് ഭാഗം 4A. ഭാഗം 4A ആണ് നമ്മൾ കൂട്ടിച്ചേർത്തത്. അപ്പൊ 4A എന്ന് പറയുന്നത് എന്താ? അതായത് മൗലിക കടമകൾ അല്ലെ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഭാഗം 4A-യിലൂടെ 10 മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇപ്പൊ നിലവിൽ 11 ഉണ്ട്. അത് ഏത് ഭേദഗതിയിലൂടെ 11ാമത് കൂട്ടിച്ചേർത്തു? ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഭാഗം 4A-യിൽ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭേദഗതി. അത് നമുക്ക് അറിയുന്നതാ. ഇനി രണ്ടാമത്തെ ഭാഗം, ഇന്ത്യൻ ഭരണഘടനയിൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 14A. 14A എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു.
ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമായ ഭാഗം 14A കൂട്ടിച്ചേർത്തു. ഈ ഭാഗം 14Aയില് 2 ആർട്ടിക്കിൾ വരുന്നുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 323A, ആർട്ടിക്കിൾ 323Aയും ആർട്ടിക്കിൾ 323Bയും വരുന്നുണ്ട് രണ്ടാമതായിട്ട്. ഓക്കെ, ഇപ്പൊ 2 ആർട്ടിക്കിളാണ് വരുന്നത് ഭാഗം 14Aയില്. ആർട്ടിക്കിൾ 323Aയും ആർട്ടിക്കിൾ 323Bയും, ഇങ്ങനെ 2 ആർട്ടിക്കിളാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിൽ 323A എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 323A പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 323A എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 323B എന്ന് പറയുന്നത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രൈബ്യൂണലിനെ കുറിച്ചാണ് 323B പ്രതിപാദിക്കുന്നത്. അപ്പോൾ 323A എന്ന് പറയുന്നത് A ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, 323B എന്ന് പറയുന്നത് ബാക്കി ട്രൈബ്യൂണൽ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. B ഫോർ ബാക്കി ട്രൈബ്യൂണൽ, മറ്റ് ആവശ്യങ്ങൾക്കുള്ള ട്രൈബ്യൂണൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നികുതി, അതുപോലെ ഭൂപരിഷ്കരണം, ഓക്കെ, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രൈബ്യൂണൽസിനെ കുറിച്ചാണ് 323Bയിൽ നമ്മൾ പറയുന്നത്. ഇനി ഈ പറയുന്ന 42ാം ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയിട്ടുള്ളത് പിന്നെ എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഒന്നാമത്തെ പോയിന്റ്, ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയിട്ട് ഉയർത്തി. എന്തിൻ്റെയൊക്കെയാണ്? ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയിട്ട് ഉയർത്തി. അപ്പൊ ഇപ്പൊ നിലവിൽ 6 അല്ലല്ലോ, 5 അല്ലേ? അതെങ്ങനെ സംഭവിച്ചു? അടുത്ത നമ്മളൊരു ഭേദഗതി പഠിക്കുന്നുണ്ട്, 44ാം ഭേദഗതി. അപ്പൊ ആ 44ാം ഭേദഗതിയിലൂടെ ഇത് വീണ്ടും തിരിച്ച് 6ൽ നിന്നും 5 കുറയ്ക്കുന്നുണ്ട്. അത് നമ്മൾ 44ാം ഭേദഗതിയുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 42ാം ഭേദഗതിയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയിട്ട് ഉയർത്തി. ഓക്കെ, പിന്നെ അടുത്ത ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രം, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്ന അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭേദഗതിയാണ് ഏത്? 42ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, ഈ 42ാം ഭേദഗതിയിലൂടെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ്, നമ്മൾ ലിസ്റ്റുകൾ എന്നുള്ള കഥയിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് ചില വിഷയങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് 5 വിഷയങ്ങൾ മാറ്റി. 42ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് 5 വിഷയങ്ങളാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ ആ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയ 5 വിഷയങ്ങൾ: 1 വിദ്യാഭ്യാസം, 2 വനം, 3 അളവ് തൂക്ക സമ്പ്രദായം, 4 വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, 5 സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി ഈ 42ാം ഭേദഗതിയിലൂടെ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 42ാം ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്തിയ ഒരു പട്ടികയുണ്ട്. അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏഴാം പട്ടികയാണ്. നിങ്ങളിപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വെച്ചേക്കൂ, കാരണം പട്ടികകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് വിശദമായിട്ട് ഇത് എന്താണെന്നുള്ളത് പറയാം. അപ്പം 42ാം ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്തിയ പട്ടിക ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഏഴാം പട്ടികയാണ്, ഏഴാം പട്ടിക. ഇനി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത എന്താണ് അനുച്ഛേദങ്ങളുണ്ട്. നിർദ്ദേശക തത്വങ്ങളിൽ 3 അനുച്ഛേദങ്ങൾ കൂട്ടിച്ചേർത്തു. 42ാം ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ 3 അനുച്ഛേദം കൂട്ടിച്ചേർത്തു. അത് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട് നിർദ്ദേശക തത്വങ്ങൾ പഠിക്കുമ്പോൾ. ഏതൊക്കെയാ? 39A നമ്മൾ പഠിച്ചു. എന്താണ്? തുല്യനീതി, സൗജന്യ നിയമസഹായം, അല്ലെ? തുല്യനീതി, സൗജന്യ നിയമസഹായം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 39A കൂട്ടിച്ചേർത്തതാണ്. ദെൻ 43A എന്താ? വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന 43A കൂട്ടിച്ചേർത്തു. ദെൻ 48A കൂട്ടിച്ചേർത്തു. എന്താ 48A? പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തൽ, പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തൽ, വനങ്ങളും വന്യജീവികളും എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ 39A, 43A, 48A എന്നിങ്ങനെ 3 ആർട്ടിക്കിൾസ് ആണ് നിർദ്ദേശക തത്വങ്ങളിൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കുന്നത്. വർഷം 1976. ഓക്കെ, ഇനി ഇവിടെ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസം എന്നുള്ളതിൽ നിന്നും 1 വർഷമാക്കിയിട്ട് വർദ്ധിപ്പിച്ചു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് എത്ര നീക്കിവെക്കാം എന്നുള്ളതാണ്. 6 മാസം എന്നുള്ളത് 1 വർഷം ആക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. അതും കൂടെ ഈ 42ാം ഭേദഗതിയിലൂടെയാണ് ആ ഒരു മാറ്റം കൊണ്ടുവന്നത്, 1 വർഷമാക്കിയിട്ട് മാറ്റിയത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും എല്ലാം അധികാരങ്ങൾ, റിട്ട് അധികാരം, ജുഡീഷ്യൽ റിവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച ഒരു ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാം ഭേദഗതി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 42ാം ഭേദഗതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 42ാം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. 44ാം ഭേദഗതി. അപ്പോൾ 44ാം ഭേദഗതിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ആദ്യം തന്നെ 44ാം ഭേദഗതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ 42ാം ഭേദഗതി. അപ്പോൾ 1976 അല്ലേ 42ാം ഭേദഗതി. അപ്പോൾ 1976 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങളെയെല്ലാം ഭേദഗതി ചെയ്ത് പഴയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. 44ാം ഭേദഗതിക്ക് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. അപ്പൊ അതിനെയെല്ലാം ഭേദഗതി ചെയ്ത പഴയ നിയമങ്ങൾ തന്നെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു 44ാം ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ ഇനിയൊരു ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ളൊരു ഭാഗമായിട്ടാണ് 44ാം ഭേദഗതി കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി 42ാം ഭേദഗതിയുടെ സമയത്ത് അവിടെ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ് 1975 അല്ലെ. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ പറഞ്ഞു, അവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ പറഞ്ഞു. അപ്പൊ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെയെല്ലാം ഭേദഗതി ചെയ്ത് പഴയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ഇനിയൊരു ദേശീയ അടിയന്തരാവസ്ഥ വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് 44ാം ഭേദഗതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 44ാം ഭേദഗതി പാസാക്കുന്ന വർഷം, 44ാം ഭേദഗതി പാസാക്കപ്പെട്ട വർഷം 1978. 1978 44ാം ഭേദഗതി പാസ്സാക്കുന്നത്. പലർക്കും വർഷം ഡൗട്ട് ആവാറുണ്ട്.
1976 42 ഭേദഗതി. ഇത് രണ്ടുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുക. അപ്പൊ 44 1978-ലും 42 1976-ലും എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഇവിടെ 1976, അപ്പൊ 4ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6ആണ് കിട്ടുക അല്ലെ. ഇവിടെ നോക്കിക്കേ, 4ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1978-ലാണ് 44 ഭേദഗതി, 1976-ലാണ് 42 ഭേദഗതി. കിട്ടിയല്ലോ. അപ്പൊ 44 ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷമാണ് 1978. എന്നാൽ ഇത് നിലവിൽ വന്നത് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം 1979 ഏപ്രിൽ 30-നാണ്. 1979 ഏപ്രിൽ 30-നാണ് 44 ഭേദഗതി നിലവിൽ വരുന്നത്. പാസ്സാക്കപ്പെട്ടത് 1978. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത് പാസ്സാക്കപ്പെട്ട വർഷമാണ്. അപ്പോൾ 44 ഭേദഗതി വർഷം എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ 1978 എടുക്കാം. നിലവിൽ വന്നത് എന്നും പറഞ്ഞിട്ട് നമുക്ക് 1979 എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കണം നമ്മുടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി ഈ 44 ഭേദഗതി പാസ്സാകുന്നത് ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്? ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് 44 ഭേദഗതി പാസ്സാക്കപ്പെടുന്നത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു 44 ഭേദഗതി വരുന്ന സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ് ആ സമയത്തെ പ്രസിഡന്റ്. അപ്പോൾ 44 ഭേദഗതി പാസ്സാക്കപ്പെടുന്നത് ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ 44 ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന മാറ്റങ്ങളെയെല്ലാം ഭേദഗതി ചെയ്ത് പഴയ നിയമങ്ങൾ തന്നെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 42 ഭേദഗതിയിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു മാറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി ഉയർത്തി എന്ന് നമ്മൾ അവിടെ പഠിച്ചില്ലേ? അപ്പൊ ആ ഒരു കാലാവധിയെ വീണ്ടും പഴയ രീതിക്ക് മാറ്റി. അതായത് ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷമാക്കിയിട്ടുണ്ടായിരുന്നു ആര്? ഇന്ദിരാഗാന്ധി. ആ 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കിയിട്ട് കുറച്ചു കൊണ്ടുവന്നു. 44 ഭേദഗതിയിലൂടെ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷത്തിലേക്ക് മാറ്റി പഴയ രീതിയിൽ പുനഃസ്ഥാപിച്ച ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 44 ഭേദഗതിയാണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. ഇനി അടുത്ത മാറ്റം കൊണ്ടുവന്നത് ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധിക്കാൻ തിരികെ ക്യാബിനറ്റിലേക്ക് അയക്കാം എന്നൊരു മാറ്റം കൊണ്ടുവന്നു. എന്താണ്? ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ എന്തു ചെയ്യാം? പ്രസിഡന്റിന് പുനഃപരിശോധിക്കാനായി തിരിച്ചയക്കാം. പ്രസിഡന്റിന് പുനഃപരിശോധിക്കാനായി തിരിച്ചയക്കാം എന്നൊരു മാറ്റം കൊണ്ടുവന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ എന്ത് ചെയ്യണം? പ്രസിഡന്റ് ഉറപ്പായും അംഗീകരിക്കണം. അപ്പൊ ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു, അത് പ്രസിഡന്റിന് അയച്ചു. അപ്പൊ പ്രസിഡന്റിന് അതിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ പ്രസിഡന്റിന് എന്തു ചെയ്യാം? അതിനെ തിരിച്ചയക്കാം, ക്യാബിനറ്റിലോട്ട് തന്നെ തിരിച്ചയക്കാം. എന്നിട്ട് അവര് വീണ്ടും അത് പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റ് വീണ്ടും പ്രസിഡന്റിന് ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചയക്കാനുള്ള ഒരു ഓപ്ഷൻ പ്രസിഡന്റിനില്ല. ഒരു തവണ തിരിച്ചയച്ച് പുനഃപരിശോധനയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ പ്രസിഡന്റ് ഉറപ്പായും അംഗീകരിച്ചിരിക്കണം എന്നൊരു കണ്ടീഷനും കൂടെയുണ്ട്. ഓക്കെ, അപ്പൊ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കാം. എന്നാൽ പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ എന്ത് ചെയ്തേക്കണം? പ്രസിഡന്റ് ഉറപ്പായിട്ടും അംഗീകരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതിയാണ് 44 ഭേദഗതി. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്,
1975 അതായത് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 42ാം ഭേദഗതിയുടെ സമയത്ത് 1975 38ാം ഭേദഗതി പ്രകാരം വന്ന ഒരു നിയമം എന്ന് പറയുന്നത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും സംതൃപ്തി പ്രകാരമാണെന്നും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്നും ഒരു ഭേദഗതി ഉണ്ടായിരുന്നു. 1975 1975 38ാം ഭേദഗതി പ്രകാരം ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ആരുടെയൊക്കെ പ്രസിഡന്റ്, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നിവരുടെ സംതൃപ്തി പ്രകാരമാണ്. അതുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് മാറ്റി നമ്മുടെ 44ാം ഭേദഗതിയിലൂടെ എന്ത് കൊണ്ടുവന്നു? പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന നിയമം പുനഃസ്ഥാപിച്ചു. അപ്പൊ 1975 38ാം ഭേദഗതിയിൽ പറഞ്ഞത് പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ പറ്റില്ല എന്നായിരുന്നു. എന്നാൽ ഇവിടെ എന്തായിട്ട് മാറി? പ്രസിഡന്റിന്റെയും ഗവർണറുടെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും ഓർഡിനൻസുകൾ എന്ത് ചെയ്യാം? ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം, ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതിയാണ് 44ാം ഭേദഗതി. ഓക്കെ, ഇനി പ്രധാനപ്പെട്ടത് PSC പരീക്ഷകളിലെ സ്ഥിരം സാന്നിധ്യമായ ചോദ്യം, ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 31 ഒരു കാര്യം ഉണ്ടായിരുന്നു. ഭാഗം 3 കേട്ടോ, ഭാഗം 3 ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നതിൽ സ്വത്തവകാശം ഉണ്ടായിരുന്നു അല്ലെ? മൗലിക അവകാശമായിട്ട് എന്തുണ്ടായിരുന്നു? ഭാഗം 3 ആർട്ടിക്കിൾ 31 സ്വത്തവകാശം ഉണ്ടായിരുന്നു. ഈ സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. എന്നിട്ട് ഭാഗം 12 ഉൾപ്പെടുത്തി. ഭാഗം 12 എവിടെയാണ്? ആർട്ടിക്കിൾ 300A പ്രകാരം, ആർട്ടിക്കിൾ 300A പ്രകാരം നിലവിൽ സ്വത്തവകാശം എന്തായിട്ട് മാറി? മൗലിക അവകാശമായിരുന്ന, ഇത് മൗലിക അവകാശമായിരുന്നു, മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശമായിട്ട് മാറി. ഒരു നിയമാവകാശം അല്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായ അവകാശമായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഭാഗം 3 ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്ന മൗലിക അവകാശമായ സ്വത്തവകാശത്തെ അവിടെ നിന്നും നീക്കം ചെയ്തു. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് ഭാഗം 12 ആർട്ടിക്കിൾ 300A നിലവിൽ സ്വത്തവകാശം എന്തായിട്ട് മാറി? നിയമാവകാശമായിട്ട് മാറി. അതും 44ാം ഭേദഗതിയിലൂടെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ് കിട്ടിയില്ലേ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറയുന്നത്. നമുക്ക് അടിയന്തരാവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമായിരുന്നു ആഭ്യന്തര അസ്വസ്ഥത എന്ന് പറയുന്നത്. ആഭ്യന്തര അസ്വസ്ഥത എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ഈ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദം മാറ്റിയിട്ട് 44ാം ഭേദഗതിയിലൂടെ സായുധ കലാപം എന്നാക്കിയിട്ട് മാറ്റി. ആഭ്യന്തര അസ്വസ്ഥത എന്ന പദം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ആഭ്യന്തര അസ്വസ്ഥത. അതിനു പകരം സായുധ കലാപം എന്നാക്കി മാറ്റിയ ഭേദഗതിയാണ് 44ാം ഭേദഗതി. ഓക്കെ, ഇനി അടുത്ത മാറ്റം എന്താണ് കൊണ്ടുവന്നത്? 1978 44ാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷൻ പ്രകാരമേ പറ്റുള്ളൂ. എഴുതിയിട്ടുള്ള എഴുതി തയ്യാറാക്കിയ ശുപാർശ പ്രകാരം റിട്ടൺ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ആരുടെ? കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്? അതായത് 42ാം ഭേദഗതി നമ്മൾ പഠിക്കുന്ന ആ ഒരു
ഒരു കാലഘട്ടത്ത് 1975 നമ്മൾ പറഞ്ഞു ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളത്. അപ്പൊ 1975 ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മന്ത്രിസഭ പോലും അറിയാതെയാണ് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മന്ത്രിസഭയോട് കൂടിയാലോചിക്കാതെ ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം മാത്രമാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ നിയമമൊക്കെ ഒന്ന് മാറ്റാം, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യണമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ 1975 ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മാത്രമായിട്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ത് പ്രഖ്യാപിച്ചു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പൊ അങ്ങനെ പാടില്ല. ഈ 44-ാം ഭേദഗതിയിലൂടെ അതിൽ മാറ്റം കൊണ്ടുവന്നു. എന്ത് പറഞ്ഞു? ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷനോടുകൂടെ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊരു മാറ്റം കൊണ്ടുവന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത മാറ്റം എന്താ കൊണ്ടുവന്നത്? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അനുച്ഛേദം 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന നിയമം നിലവിൽ വന്നു. റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വന്നു. അതായത് ആദ്യം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 359 പ്രകാരം എന്ത് ചെയ്യുമായിരുന്നു? ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ പ്രസിഡന്റിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുമായിരുന്നു. ഓക്കെ, ആദ്യം അങ്ങനെയായിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 359 പ്രകാരം മൗലികാവകാശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പ്രസിഡന്റിന്റെ ഉത്തരവ് പ്രകാരം നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം മാറ്റി മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള 20, 21 അല്ലെ, കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സംരക്ഷണവും ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണവും, അതാണ് ആർട്ടിക്കിൾ 20, 21 പറയുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. നമുക്കറിയാം, ഇപ്പോ 20 എന്ന് പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംരക്ഷണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത ആളുടെ വിചാരണ അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അത് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ആവത്തില്ലേ? അപ്പോൾ ഏത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും കുറ്റങ്ങളും ശിക്ഷകളും വിചാരണയും ഒക്കെ അതിൻ്റെതായ രീതിക്ക് നടക്കണം എന്നുള്ളത് ആ ഒരു രീതിയിൽ ആ ഒരു മൗലികാവകാശം റദ്ദ് ചെയ്യാൻ പാടില്ല. പിന്നെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. 21 നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് മറ്റൊരാൾ കൊല്ലാൻ വരുവാണെന്ന് വിചാരിച്ചോ. അപ്പൊ അയാളുടെ ജീവന് ഭയങ്കര അപകടമാണ് അല്ലെ. അപ്പൊ ഇവരെ ഓടിച്ചെന്ന് പോലീസുകാരോട് പറയാണ്, എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു. അപ്പൊ പോലീസുകാർ പറയാണ്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുക, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ജീവൻ അവിടെ പോവല്ലേ. അപ്പൊ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്ന് പറയുന്നത് ഏത് അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദു ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്ന ഭേദഗതി കൂടിയാണ് ഇത് 44-ാം ഭേദഗതി. അപ്പൊ ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന നിയമം നിലവിൽ വന്ന ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 44-ാം ഭേദഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം ആരുടെ അനുമതി ലഭിക്കണം? പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കണം. ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം ആരംഗീകരിക്കണം? പാർലമെന്റ് അംഗീകരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ്. അപ്പൊ അതിന് മുൻപ് എന്തായിരുന്നു? മുൻപ് 2 മാസമായിരുന്നു ഇതിന്റെ കാലാവധി. അപ്പോൾ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ 2 മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കണം എന്നതായിരുന്നു. അത് മാറ്റി 1 മാസത്തിനകം എന്നാക്കിയിട്ട് മാറ്റി. ഇപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ, 1 മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതി കൂടിയാണ് ഇത് 44-ാം ഭേദഗതി. മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്.
358 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ വന്ന മാറ്റം എന്താണ്? 358 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ എന്തായിരുന്നു പറഞ്ഞത്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ആർട്ടിക്കിൾ 358 പ്രകാരം അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 44-ാം ഭേദഗതി പ്രകാരം എന്ത് കൊണ്ടുവന്നു? സായുധ കലാപം മൂലം പ്രഖ്യാപിക്കപ്പെടുന്ന ഇന്റേണൽ എമർജൻസി ആണ്, ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് നഷ്ടപ്പെടില്ല എന്നൊരു മാറ്റം കൊണ്ടുവന്നു. അപ്പൊ ആദ്യം എന്തായിരുന്നു? 358 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പൊ 44-ാം ഭേദഗതിയിലൂടെ എന്താക്കി മാറ്റി? ആർട്ടിക്കിൾ 358 ആ ഒരു വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രകാരം ഇവിടെ നമുക്ക് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് സായുധ കലാപം മൂലം ഉണ്ടാവുന്നതാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ആഭ്യന്തര അസ്വസ്ഥത, അത് സായുധ കലാപം എന്നാക്കി മാറ്റി. അപ്പോൾ ഈ സായുധ കലാപം മൂലം ഉണ്ടാവുന്ന എങ്ങനെയുള്ള അടിയന്തരാവസ്ഥ 2 തരത്തിലുണ്ട്, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. നമുക്ക് അടിയന്തരാവസ്ഥയുടെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇന്റേണൽ എമർജൻസി ആണെങ്കിൽ, സായുധ കലാപം മൂലമുണ്ടാവുന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇന്റേണൽ എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും ഇവിടെ നമുക്ക് പൗരന്മാർക്ക് നഷ്ടമാവില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതിയാണ് 44-ാം ഭേദഗതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 44-ാം ഭേദഗതിയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഓർത്തു നോക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമങ്ങളിൽ പല മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. പിന്നെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഒന്നാമത്തെ മാറ്റമായിരുന്നു ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി കുറച്ചു. ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധിക്കാൻ തിരികെ അയക്കാം. പക്ഷെ തിരികെ അയച്ച് പുനഃപരിശോധനയ്ക്ക് ശേഷം പിന്നീട് പ്രസിഡന്റിന് അത് അംഗീകരിക്കണം എന്നത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് 1975 38-ാം ഭേദഗതി പ്രകാരം എന്തായിരുന്നു പറഞ്ഞത്? പ്രസിഡന്റ്, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ പാടില്ല എന്നായിരുന്നു. അത് മാറ്റി പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന നിയമം പുനഃസ്ഥാപിച്ചത് 44-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത പോയിന്റ് എന്തായിരുന്നു? ഭാഗം 3 ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിരുന്ന സ്വത്തവകാശം എന്ന മൗലികാവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭാഗം 12 ആർട്ടിക്കിൾ 300A നിയമാവകാശമാക്കിയിട്ട് മാറ്റി. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിനു പകരം സായുധ കലാപം എന്നാക്കി മാറ്റി. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ്? ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷനോടുകൂടെ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ട ആർട്ടിക്കിൾ 20, 21 റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. പിന്നെന്താ? അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം പാർലമെന്റിനെ അംഗീകാരം ലഭിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ദെൻ ആർട്ടിക്കിൾ 358 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു. അത് മാറ്റി ഇന്റേണൽ എമർജൻസി, സായുധ കലാപം കൊണ്ട് ഉണ്ടാവുന്ന ഇന്റേണൽ എമർജൻസി ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് നഷ്ടമാവില്ല എന്നും വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് 44-ാം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, 52-ാം ഭേദഗതി. അപ്പോൾ 52-ാം ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷം അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1985. 52-ാം ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷം അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1985. ഇത് പാസ്സാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിൽ വരുന്ന സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? പ്രധാനമന്ത്രി ആരായിരുന്നു?
രാജീവ് ഗാന്ധി ആയിരുന്നു. രാജീവ് ഗാന്ധി. 52-ാം ഭേദഗതി പാസ്സാക്കപ്പെടുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് 52-ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പൊ 52-ാം ഭേദഗതി പാസ്സാക്കപ്പെടുന്ന സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 52-ാം ഭേദഗതി അംഗീകരിച്ച പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇനി 52-ാം ഭേദഗതി എന്ന് പറയുന്നത് ഏതു വിഷയത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഈ ഭേദഗതിയിൽ ഏത് വിഷയമാണ്? കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമം. എന്താണ് കൂറുമാറ്റ നിരോധന നിയമം? PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത് 52-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂറുമാറ്റ നിരോധന നിയമം. എന്താണ് ഈ കൂറുമാറ്റം? ആ പേരിലുള്ള പോലെ തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച ഒരാള് വിജയിച്ച ശേഷം മറ്റൊരു പാർട്ടിയിലോട്ട് ചാടുന്നു. അതിനെ നമ്മൾ എന്തെന്ന് പറയും? കൂറുമാറ്റം അല്ലെ? കൂറുമാറി എന്ന് പറയത്തില്ല, അവൻ കൂറുമാറി അല്ലെ? അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ചുകൊണ്ട് വിജയിച്ച ശേഷം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് കൂറുമാറുന്നു. അതാണ് കൂറുമാറ്റം. അപ്പൊ അത് തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ത്? കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പൊ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? 52-ാം ഭേദഗതിയാണ്. ഇനി 52-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പട്ടികയുണ്ട്. അത് 10-ാം പട്ടികയാണ്. ഏത് പട്ടികയാ? 10-ാം പട്ടിക. 52-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-ാം പട്ടികയാണ്. ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. 52-ാം ഭേദഗതിയാണല്ലോ. അപ്പൊ അതിലെ 5 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ 10-ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52-ാം ഭേദഗതി എന്നത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു കൂറുമാറ്റം. ഈ കൂറുമാറ്റത്തിന്റെ പരിധിയിൽപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തേത്, ഈ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കും അല്ലെ? സ്വതന്ത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്വതന്ത്ര അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ പെടണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കാരണം? സ്വതന്ത്രനായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെടുന്നില്ല എന്നതാണ് അർത്ഥം അല്ലെ? അപ്പൊ അങ്ങനെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, പക്ഷെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വേറൊരു പാർട്ടിയിൽ ചേർന്നു. ഏതെങ്കിലും ഒരു പാർട്ടി സെലക്ട് ചെയ്ത് ചേർന്നു. അപ്പൊ ആള് സ്വതന്ത്രനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചെയ്തത് എന്താണ്? കൂറുമാറ്റമാണ്. അപ്പൊ അത് കൂറുമാറ്റത്തിന്റെ പരിധിയിൽ പെടും. ഓക്കെ. അപ്പൊ സ്വതന്ത്ര അംഗങ്ങൾ, പാർലമെന്റിലെയോ നിയമസഭയിലെയോ സ്വതന്ത്ര അംഗങ്ങൾ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ പെടാൻ കാരണം എന്താണ്? സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ച ശേഷം ഏതെങ്കിലും ഒരു പാർട്ടി സെലക്ട് ചെയ്ത് അതിൽ ചേരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരും. ഇനി ഈ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെയുള്ള നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളുണ്ടല്ലേ? നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ എങ്ങനെയാണ് ഈ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോമിനേറ്റഡ് അംഗമായിട്ട് പാർലമെന്റിലോ നിയമസഭയിലോ എത്തുന്ന അംഗങ്ങൾ 6 മാസത്തിനുള്ളിൽ വേറെ ഒരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നോമിനേറ്റഡ് ആയിട്ട് വരുന്നവര് 6 മാസത്തിനകം പുതിയൊരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടാണ് ഇവര് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരും. അപ്പൊ സ്വതന്ത്ര അംഗങ്ങൾ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ച ശേഷം ഒരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവര് കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരും. നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ 6 മാസം കഴിഞ്ഞ് മറ്റൊരു പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അത് കൂറുമാറ്റത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട 2 പേരുകളുണ്ട്. ഒന്ന് ലാൽദു ഹോമ. ആരാണ് ലാൽദു ഹോമ? അതായത് കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാ അംഗമാണ്. ഓക്കെ. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാകപ്പെട്ട ആദ്യത്തെ ലോക്സഭാ അംഗം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാൽദു ഹോമയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ലോക്സഭയിലും നിയമസഭയിലും
കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ലാൽ ദുഹോമ. അപ്പൊ ലോക്സഭ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാംഗം ആരെന്ന് ചോദിച്ചാൽ ലാൽ ദുഹോമയാണ്. ലോക്സഭയിലും നിയമസഭയിലും കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ചോദിച്ചാലും ആര് തന്നെയാണ്? ലാൽ ദുഹോമ തന്നെയാണ്. ഇനി ഒരു പേരും കൂടെ പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആരാണത്? ആർ ബാലകൃഷ്ണ പിള്ള. ആർ ബാലകൃഷ്ണ പിള്ള ആരാണ്? കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗമാണ് ആർ ബാലകൃഷ്ണ പിള്ള. ഓക്കെ, കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആർ ബാലകൃഷ്ണ പിള്ളയാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് 52ാം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭേദഗതിയിലോട്ട് പോകാം. അടുത്ത ഭേദഗതി 73ാം ഭേദഗതിയാണ്. 73ാം ഭേദഗതി അതുപോലെ 74ാം ഭേദഗതി ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം 73ാം ഭേദഗതി നോക്കാം. 73ാം ഭേദഗതി എന്ന് പറയുമ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാ? 73ാം ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം അല്ലെ. അപ്പൊ 73ാം ഭേദഗതിയുണ്ട്, 74ാം ഭേദഗതിയുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളൊരു ടേബിൾ ആക്കി വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആദ്യം 73ൽ നമ്മൾ എന്താ പറഞ്ഞേ? പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ അല്ലെ. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് 73ാം ഭേദഗതിയിലൂടെയാണ്. അപ്പൊ 74 എന്ന് പറയുന്നത് എന്താ? മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക്, മുനിസിപ്പാലിറ്റി അഥവാ നഗരസഭ, നഗര തദ്ദേശ സ്വയംഭരണം, ഓക്കെ, അതിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്, മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിക്കാൻ കാരണമായ ഭേദഗതിയാണ് 74ാം ഭേദഗതി എന്ന് പറയുന്നത്. ഈ 73ാം ഭേദഗതി ഏതു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV നരസിംഹറാവു. അപ്പൊ 73ാം ഭേദഗതിയുമായി പഞ്ചായത്തി രാജ് സംവിധാനം അവതരിപ്പിക്കപ്പെട്ടത് ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ്? PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ 74ാം ഭേദഗതിയോ? അതും 74ാം ഭേദഗതി അവതരിപ്പിക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ഇതേപോലെ തന്നെ PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പൊ പ്രധാനമന്ത്രി ആരാണ് ആ സമയത്ത്? പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. 73ഉം 74ാം ഭേദഗതിയും ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ 73ാം ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1991 സെപ്റ്റംബർ 16 ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അത് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എഴുതി തരാം കേട്ടോ. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 73ാം ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1991 സെപ്റ്റംബർ 16. എന്നാൽ ലോക്സഭ പാസ്സാക്കുന്നത് 1992 ഡിസംബർ 22 കേട്ടോ. ഡിസംബർ 22 ലോക്സഭ പാസ്സാക്കുന്നത്. ദെൻ രാജ്യസഭ പാസ്സാക്കുന്നത് എപ്പോഴാണ്? 1992 ഡിസംബർ 23. ദെൻ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 1993 ഏപ്രിൽ 20 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്. ദെൻ നിലവിൽ വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1993 ഏപ്രിൽ 24. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിച്ചിരിക്കേണ്ടത് നിലവിൽ വന്നത് തന്നെയാണ്. അപ്പോൾ നിലവിൽ വന്നത് ഇവിടെ 73ാം ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1991 സെപ്റ്റംബർ 16, ലോക്സഭ പാസ്സാക്കുന്നത് 1992 ഡിസംബർ 22, രാജ്യസഭ പാസ്സാക്കുന്നത് 1992 ഡിസംബർ 23, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1993 ഏപ്രിൽ 20, നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. അപ്പൊ നമുക്ക് നിലവിൽ വന്ന വർഷം ഇവിടെ എഴുതാം. നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 24.
അങ്ങനെയാണെങ്കിൽ 74-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടത് 1992-ലാണ്. എന്നാൽ നിലവിൽ വരുന്നത് എപ്പോഴാ? 1993 ജൂൺ 1-നാണ്. 1993 ജൂൺ 1-നാണ് 74-ാം ഭേദഗതി നിലവിൽ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഏപ്രിൽ 24 ഉണ്ടല്ലോ, ഈ ദിവസമാണ് നമ്മൾ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഏപ്രിൽ 24 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി ഈ 73-ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കർ ദയാൽ ശർമ്മയാണ്. ശങ്കർ ദയാൽ ശർമ്മയാണ് 73-ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പൊ 74-ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാ? അതും ശങ്കർ ദയാൽ ശർമ്മ തന്നെയാണ്. ശങ്കർ ദയാൽ ശർമ്മ തന്നെയാണ് 74-ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഈ 73-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 9 ആണ് 73-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം. എന്നാൽ 74-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം എത്രയാന്ന് ചോദിച്ചാല് ഭാഗം 9A ആണ്. 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9, 74-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9A എന്നത് അറിഞ്ഞിരിക്കുക. ഈ ഭാഗം 9-ൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ എന്ന് പറയുന്നത് 243 മുതൽ 243O വരെയാണ് കേട്ടോ. 243 മുതൽ 243O വരെയാണ് അനുച്ഛേദങ്ങൾ എന്ന് പറയുന്നത്. എത്ര അനുച്ഛേദങ്ങളാ? 16 അനുച്ഛേദങ്ങളാണ് ഇവിടെ ഉൾപ്പെടുന്നത്. എന്നാൽ 9A 74-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട 9Aയിൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ എന്ന് പറയുന്നത് 243P മുതൽ 243Z വരെയാണ്. ഇവിടെ ടോട്ടലായിട്ട് 18 അനുച്ഛേദങ്ങളാണ് ഉള്ളത്. ഭാഗം 9-ൽ 243 മുതൽ 243O വരെ 16 അനുച്ഛേദങ്ങൾ. ഇവിടെ ഭാഗം 9Aയിൽ 243P മുതൽ 243Z വരെ 18 അനുച്ഛേദങ്ങളാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി 73-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 11-ാം പട്ടികയാണ്. 11-ാം പട്ടികയാണ് കൂട്ടിച്ചേർത്തത്. ഇവിടെയാണെങ്കിലോ എത്രാമത്തെ പട്ടികയാണ് കൂട്ടിച്ചേർത്തത്? 12-ാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ടു. 74-ാം ഭേദഗതിയിലൂടെ 12-ാം പട്ടികയും 73-ാം ഭേദഗതിയിലൂടെ 11-ാം പട്ടികയുമാണ് കൂട്ടിച്ചേർത്തത്. ഈ 11-ാം പട്ടിക എന്ന് പറയുന്നത് അനുച്ഛേദം 243Gയുടെ വിവരണാത്മക രൂപമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. 11-ാം പട്ടിക എന്ന് പറയുന്നത് അനുച്ഛേദം 243Gയുടെ വിവരണാത്മക രൂപമാണ്. അങ്ങനെയാണെങ്കിൽ 12-ാം പട്ടിക ഏതിൻ്റെയാ? 243W വിവരണാത്മക രൂപമാണ് 12-ാമത്തെ പട്ടിക എന്ന് പറയുന്നത്. അപ്പൊ 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 11 അത് 243G എന്ന് പറയുന്ന അനുച്ഛേദത്തിന്റെ വിവരണാത്മകമായ രൂപമാണ്. 74-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 12 ആണ്. അത് 243W എന്ന് പറയുന്ന അനുച്ഛേദത്തിന്റെ വിവരണാത്മകമായ രൂപമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ 243G എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത്, ഇവിടെ പഞ്ചായത്ത് രാജിനെ കുറിച്ചാണല്ലോ പറയുന്നത്. സോ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. 243Gയിൽ പറയുന്നത് പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അതിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 243W എന്തായിരിക്കും? ഇവിടെ പഞ്ചായത്തി രാജ് ആയതുകൊണ്ട് പഞ്ചായത്തുകളുടെ അധികാരം. അപ്പൊ ഇവിടെ മുനിസിപ്പാലിറ്റി ആണ്. സോ മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളെ കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുമാണ് 243W പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 11-ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയം എത്രയാണ്? 11-ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് 29 വിഷയം. 29 വിഷയമാണ് 11-ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 12-ാം പട്ടികയിലാണെങ്കിലോ 18 വിഷയങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 12-ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എത്രയാ? 18 വിഷയങ്ങൾ. ഇവിടെ 11-ാം പട്ടികയിൽ എത്രയാണ്? 29 വിഷയങ്ങൾ. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 29 എന്ന് പറയുമ്പോൾ ഈ 9ഉം 2ഉം കൂടെ ചേർത്ത് നമുക്ക് 11 കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ 11-ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത് 29 വിഷയങ്ങളാണ്. 12-ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത് 18 വിഷയങ്ങളാണ്.
ഇനി കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1994 ഏപ്രിൽ 23 1994 ഏപ്രിൽ 23 കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വരുന്നത്. എന്നാൽ ഇവിടെയോ 74 അതായത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വരുന്നത് 1994 മെയ് 30 മെയ് 30. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓർത്തിരിക്കുക. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ? 73-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജ് സംവിധാനം. 74 ആണെങ്കിലോ മുനിസിപ്പാലിറ്റി. ദെൻ 73-ാം ഭേദഗതി പാസ്സാക്കപ്പെടുന്ന സമയത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. 74-ലും PV നരസിംഹറാവു. 73-ാം ഭേദഗതി നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 24. ഇതാണെങ്കിലോ 74 വരുന്നത് 1993 ജൂൺ 1. 73-ാം ഭേദഗതി അംഗീകരിച്ച പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. 74-ാം ഭേദഗതി അംഗീകരിച്ചതും ശങ്കർ ദയാൽ ശർമ്മ. ഇനി 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ചോദിച്ചാൽ ഭാഗം 9. ഇവിടെയാണെങ്കിൽ ഭാഗം 9A. ഇവിടെ ഭാഗം 9-ൽ ഉള്ള ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് 243 മുതൽ 243O വരെ 16 അനുച്ഛേദങ്ങൾ. ഇവിടെയാണെങ്കിൽ 243P മുതൽ 243ZG വരെ 18 അനുച്ഛേദങ്ങൾ. ദെൻ 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിക 11. ഇവിടെയാണെങ്കിൽ 12-ാമത്തെ പട്ടിക. 11-ാമത്തെ പട്ടിക 243G എന്ന് പറയുന്ന അനുച്ഛേദത്തിന്റെ വിവരണാത്മക രൂപമാണ്. ഇവിടെയാണെങ്കിലോ 243W വിവരണാത്മക രൂപമാണ്. 243G ഇവിടെ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പറയുന്നുവെങ്കിൽ 243W മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പറയുന്നു. പട്ടിക 11-ൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ 29, പട്ടിക 12-ൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ 18. ഇനി കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. ഇവിടെയാണെങ്കിലോ കേരളത്തിൽ മുനിസിപ്പാലിറ്റി ആക്ട് വരുന്നത് 1994 മെയ് 30. ഓക്കെ അല്ലേ? അപ്പോൾ 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും നമുക്ക് കമ്പയർ ചെയ്ത് ഒറ്റയടിക്ക് തന്നെ നമ്മൾ രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഭേദഗതി 86-ാം ഭേദഗതിയാണ് കേട്ടോ. 73, 74 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 86-ാം ഭേദഗതിയാണ്. 86-ാം ഭേദഗതി എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ് 86-ാം ഭേദഗതി. ഈ 86-ാം ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത് 2002 ഡിസംബർ 12-നാണ്. 2002 ഡിസംബർ 12-നാണ് 86-ാം ഭേദഗതിക്ക് അംഗീകാരം ലഭിക്കുന്നത്. ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ്? അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് അംഗീകാരം ലഭിക്കുന്നത്. അപ്പൊ 86-ാം ഭേദഗതി അംഗീകരിക്കുന്ന സമയത്തെ ഏതാണ് പ്രധാനമന്ത്രി? ആരാണ് പ്രധാനമന്ത്രി? AB വാജ്പേയി ആണ് കേട്ടോ. അപ്പൊ AB വാജ്പേയിയുടെ കാലത്താണ് 86-ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഇത് അംഗീകരിച്ച പ്രസിഡന്റ് ആരാണ്? 86-ാം ഭേദഗതി അംഗീകരിച്ച പ്രസിഡന്റ് എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം ആണ്. അംഗീകരിച്ച പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഈ 86-ാം ഭേദഗതി പ്രകാരം പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഭാഗം 3-ൽ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. ഓക്കെ, ഭാഗം 3-ല് ആർട്ടിക്കിൾ 21A. എന്തായിരുന്നു ആർട്ടിക്കിൾ 21A? അതായത് 6-നും 14 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21A. അപ്പൊ ഭാഗം 3-ൽ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതിയാണ് 86-ാം ഭേദഗതി എന്നത് ഓർത്തിരിക്കുക. രണ്ടാമത്തെ മാറ്റം വന്നത് ഭാഗം 4-ൽ ആർട്ടിക്കിൾ 45-ൽ മാറ്റം വരുത്തി. ആർട്ടിക്കിൾ 45-ൽ മാറ്റം വരുത്തി. അപ്പൊ എന്ത് മാറ്റം വന്നത്? ആദ്യം ആർട്ടിക്കിൾ 45 പ്രകാരം ഉണ്ടായിരുന്നത് 14 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു. അത് മാറ്റിയിട്ട് എന്താക്കി മാറ്റി?
6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്നാക്കിയിട്ട് മാറ്റി. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ആദ്യം 14 വയസ്സിനെന്നായിരുന്നു, ഇപ്പൊ 6 വയസ്സിന്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഓർക്കാം, 4, 5, അടുത്തത് 6 അല്ലെ. അപ്പൊ 45 എന്ന് പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിൽ തന്നെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള വ്യവസ്ഥ ചെയ്യുന്നു എന്നാക്കിയിട്ട് മാറ്റി. ഓക്കെ, അപ്പൊ 14 വയസ്സെന്ന് പറയുന്നത് 45 ആക്കിയിട്ട് മാറ്റി. ദെൻ മൂന്നാമത്തെ മാറ്റം എന്താണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ഭാഗം 4A കേട്ടോ, ഭാഗം 4A ആർട്ടിക്കിൾ 51A കെ എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തു. ഭാഗം 4A എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഭാഗം 4A ആർട്ടിക്കിൾ 51A കെ, അതെന്തായിരുന്നു? 51A കെ ഫോർ നോളേജ് അല്ലെങ്കിൽ കെ ഫോർ കുട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലെ, മൗലിക കടമ. അപ്പൊ മൗലിക കടമ എന്തായിരുന്നു? 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ പിന്നെന്താണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക അല്ലെ. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്ന മൗലിക കടമ, അത് കൂട്ടിച്ചേർത്തത് ഈ 86-ാം ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങളാണ് 86-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത്. എന്തൊക്കെയായിരുന്നു? ഭാഗം 3 ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. അതായത് 6നും 14 വയസ്സിനിടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള മൗലികാവകാശം കൂട്ടിച്ചേർത്തു. രണ്ടാമത്തെ മാറ്റം, ഭാഗം 4 ആർട്ടിക്കിൾ 45 മാറ്റം വരുത്തി. എന്ത് മാറ്റമാണ് വരുത്തിയത്? 14 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നത് മാറ്റിയിട്ട് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിൽ തന്നെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. ഇനി മൂന്നാമത്തെ മാറ്റം കൊണ്ടുവന്നത് ഭാഗം 4A ആർട്ടിക്കിൾ 51A കെ കൂട്ടിച്ചേർത്തു. അതായത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്ന മൗലിക കടമ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ്. അപ്പൊ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കേണ്ടത് ഈ 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 91-ാം ഭേദഗതി എന്താ പറയുന്നത്? നമ്മൾ 52-ാം ഭേദഗതി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു 52-ാം ഭേദഗതി? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 52-ാം ഭേദഗതി എന്ന് പഠിച്ചു. അപ്പോൾ ഈ 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അപ്പൊ 91-ാം ഭേദഗതി എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്? കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട്. കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അപ്പൊ കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു പരീക്ഷയ്ക്ക് PSC കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതെന്നും പറഞ്ഞിട്ട് ഓപ്ഷനിൽ 52 ഉണ്ടായിരുന്നു, 91 ഉണ്ടായിരുന്നു. എന്നിട്ട് ആൻസർ ആയിട്ട് PSC തന്നിട്ടുണ്ടായിരുന്നത് 91 ആണ്. നമ്മൾ സാധാരണ രീതിയിൽ കൂറുമാറ്റ നിരോധന നിയമം എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് 52-ാം ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ കൊണ്ടുവന്ന ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അത് 91-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഈ 91-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 91-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കേട്ടോ. AB വാജ്പേയി ആയിരുന്നു കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന 91-ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തുള്ള പ്രധാനമന്ത്രി AB വാജ്പേയി. ഇനി ഈ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പ്രസിഡന്റ് 91-ാം ഭേദഗതി നിലവിൽ വരുമ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആയിരുന്നു ഈ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 91-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം. അപ്പോൾ ഈ ഒരു ഭേദഗതിയിലൂടെ വ്യവസ്ഥ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിൽ
15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിയമപ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് നിയമസഭയിലുള്ള സംസ്ഥാന നിയമസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലുമുള്ള അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. അപ്പൊ ഇവിടെ കുക്കർ വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, അടുക്കളയിൽ നിന്നുമാണ് കേട്ടോ. ഓക്കെ, സോറി, ക്ഷമിക്കുക. അപ്പൊ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 91-ാം ഭേദഗതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ 91-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം ചോദിച്ചാൽ അത് 2003-ലാണ്. 2003 കേട്ടോ. 91-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം എത്രയാണ്? 2003-ആണ്. 91-ാം ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2004 ജനുവരി 1-നാണ്. 2004 ജനുവരി 1-നാണ് 91-ാം ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത്. അപ്പൊ 91-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സായത് 2003, അംഗീകാരം ലഭിച്ചത് 2004 ജനുവരി 1. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന ഭേദഗതിയാണ് 91-ാം ഭേദഗതി. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം യഥാക്രമം ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലുമുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തതാണ്. കേരളത്തിന്റെ മന്ത്രിസഭയിൽ മന്ത്രിമാർ എത്ര എണ്ണത്തിൽ കൂടാൻ പാടില്ല? 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല. കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. കേരളത്തിന്റെ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ എണ്ണം 21-ൽ കൂടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. 12-ൽ കുറയാൻ പാടില്ല, 12 പേരിൽ കുറയാൻ പാടില്ല. കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല എന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 91-ാം ഭേദഗതിയിൽ ഏറ്റവും പ്രധാനമായിട്ട്. ഇനി 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട ഒരു പട്ടികയുണ്ട്. ഏത് പട്ടികയാണ്? 10-ാം പട്ടിക. 10-ാം പട്ടിക ഭേദഗതി ചെയ്യപ്പെട്ടത് 91-ാം ഭേദഗതി വഴിയാണ് കേട്ടോ. അപ്പൊ അത് ഓർക്കാൻ ഈസിയാണ് അല്ലേ? 91 എന്ന് പറയുമ്പോൾ നമുക്ക് 9+1 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 91-നെ ആഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. അപ്പൊ 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് 10-ാം പട്ടികയാണ്. 10-ാം പട്ടിക. ഓക്കെ, ഇനി 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 2 ആർട്ടിക്കിൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 75-ഉം 164-ഉം 75 അതുപോലെ 164 എന്നീ ആർട്ടിക്കിളുകൾ 91-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 91-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് 361B. 361B എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് 91-ാം ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ 10-ാം പട്ടിക വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് 91-ാം ഭേദഗതി എന്ന് പറയുന്നത്. അടുത്തത് 97-ാം ഭേദഗതിയാണ്. 97-ാം ഭേദഗതി. 97-ാം ഭേദഗതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. 97-ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. മൻമോഹൻ സിംഗ് കേട്ടോ. അപ്പോൾ 97-ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തെ പ്രധാനമന്ത്രി ആയിരുന്നു മൻമോഹൻ സിംഗ്. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രതിഭ പാട്ടീൽ ആയിരുന്നു. പ്രതിഭ പാട്ടീലാണ് ആ സമയത്തെ പ്രസിഡന്റ്. അപ്പോൾ ഏത് സമയത്താണ് ഇത് നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടേ? 97-ാം ഭേദഗതി എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് 2012 ഫെബ്രുവരി 15-നാണ്. 2012 ഫെബ്രുവരി 15-നാണ് 97-ാം ഭേദഗതി നിലവിൽ വരുന്നത്. 97-ാം ഭേദഗതി നിലവിൽ വരുന്നത് 2012 ഫെബ്രുവരി 15. ഈ 97-ാം ഭേദഗതി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാഗം 3 പഠിച്ചിട്ടുണ്ട് അല്ലേ? ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗം 3-ല്
ആർട്ടിക്കിൾ 19C എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ സി എന്ന് പറയുന്നത് സി ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ 19C എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഓക്കെ, അപ്പൊ ആ ഒരു പദം കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ എന്താണ് സഹകരണ സംഘം, സഹകരണ സംഘങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് 19C. അത് കൂട്ടിച്ചേർത്തത് ഈ 97-ാം ഭേദഗതിയിലൂടെയാണ് കേട്ടോ. 97-ാം ഭേദഗതിയിലൂടെയാണ് ഭാഗം 3-ലെ ആർട്ടിക്കിൾ 19C-യിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പദം കൂട്ടിച്ചേർത്തത്. അതായത് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 97-ാം ഭേദഗതിയാണ്. അപ്പൊ 97-ാം ഭേദഗതിയിലൂടെ പ്രധാനമായിട്ടും 3 മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഒന്നാമത്തെ മാറ്റമാണ് നമ്മൾ പറഞ്ഞത്, ഭാഗം 3-ല് ആർട്ടിക്കിൾ 19C-ല് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പദം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം എന്തായിരുന്നു? നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഭാഗം 4-ല് ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 97-ാം ഭേദഗതി. ഭാഗം 4-ല് 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചതാണ്, എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത്. അപ്പൊ അതിൽ 43B നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അപ്പൊ 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത് ഏത് വഴിയാ? 97-ാം ഭേദഗതി വഴിയാണ്. ഇനി മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു പേരില് ഭാഗം 9B, പുതിയൊരു ഭാഗം 9B എന്ന് പറയുന്ന ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ 3 മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? ഭാഗം 3-ൽ ആർട്ടിക്കിൾ 19C-യിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന പദം കൊണ്ടുവന്നു. ഭാഗം 4-ൽ ആർട്ടിക്കിൾ 43B എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെ മാറ്റം എന്താണ്? സഹകരണ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഭാഗം തന്നെ കൊണ്ടുവന്നു, ഭാഗം 9B. ഇത്രയും കാര്യങ്ങളാണ് 97-ാം ഭേദഗതി വഴി നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഭേദഗതിയാണ് 101-ാം ഭേദഗതി. 101-ാം ഭേദഗതി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇനി അത് എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 101-ാം ഭേദഗതി. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 101-ാം ഭേദഗതിയാണ്. ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ 101-ാം ഭേദഗതി. ഭേദഗതി ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ 122-ാം ഭേദഗതി ബില്ലാണ്. GST ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 101-ാം ഭേദഗതി. ഭേദഗതി ബില്ല് ഏതെന്ന് ചോദിച്ചാൽ 122-ാം ഭേദഗതി ബില്ലാണ്. ഈ GST ബില്ല് ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത്, GST ബില്ല് ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് 2015 മെയ് 6-നാണ്. 2015 മെയ് 6-ന് ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കി. ആ പാസ്സാക്കുന്ന സമയത്ത് രാജ്യസഭയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം? നിർദ്ദേശങ്ങൾ വയ്ക്കാം, അല്ലെ? അപ്പൊ ലോക്സഭയിൽ ആദ്യമായിട്ട് ഇത് എന്ത് ചെയ്തു? പാസ്സാക്കിയത് 2015 മെയ് 6-നാണ്. രാജ്യസഭ എന്ത് ചെയ്തു? ഇതില് ചില ഭേദഗതി നിർദ്ദേശങ്ങളോട് കൂടിയിട്ട് 2016 ഓഗസ്റ്റ് 3-ന് ഇത് വീണ്ടും പാസ്സാക്കി. ചില ഭേദഗതി നിർദ്ദേശങ്ങളോട് കൂടി, എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വേണം എന്ന നിർദ്ദേശങ്ങളോടുകൂടി രാജ്യസഭ പാസ്സാക്കുന്നത് 2016 ഓഗസ്റ്റ് 3-നാണ്. അപ്പോൾ ആ നിർദ്ദേശങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, ആ ഭേദഗതികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ലോക്സഭ അത് വീണ്ടും പാസ്സാക്കി. എപ്പോഴാ? 2016 ഓഗസ്റ്റ് 8-ന്. അപ്പൊ ആദ്യം GSTയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭേദഗതി ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കി 2015 മെയ് 6-ന്. അപ്പൊ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ള നിർദ്ദേശങ്ങളോടുകൂടി രാജ്യസഭ എന്ത് ചെയ്തു? 2016 ഓഗസ്റ്റ് 3-ന് പാസ്സാക്കി. ആ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭേദഗതികളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ലോക്സഭ എന്ത് ചെയ്തു? 2016 ഓഗസ്റ്റ് 8-ന് വീണ്ടും അത് പാസ്സാക്കി. അതിനുശേഷമാണ് ആര് ഒപ്പുവെക്കുന്നത്? പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2016 സെപ്റ്റംബർ 8-ന്. 2016 സെപ്റ്റംബർ 8-നാണ്
പ്രസിഡന്റ് ഇത് ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഈ 4 വർഷവും വിത്ത് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് 2015 മെയ് 6. രാജ്യസഭ ഭേദഗതി നിർദ്ദേശങ്ങളോടുകൂടി അത് പാസ്സാക്കുന്നത് പിറ്റത്തെ വർഷമാണ് 2016 ഓഗസ്റ്റ് 3. പിന്നെ ലോക്സഭ അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞ് അല്ലേ 8-ാം തീയതി 2016 ഓഗസ്റ്റ് 8 ലോക്സഭ അത് വീണ്ടും ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് പാസ്സാക്കി. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം ഓഗസ്റ്റ് 8 ലോക്സഭ പാസ്സാക്കി, സെപ്റ്റംബർ 8 പ്രസിഡന്റ് അതിൽ ഒപ്പുവെച്ചു. ഓക്കെ, ഇനി അങ്ങനെ ഈ പറയുന്ന നിലവിൽ വന്നത് GST എന്ന് പറയുന്ന ബില്ല്, GST ബില്ല് നിലവിൽ വന്നത് അത് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. GST ബില്ല് നിലവിൽ വന്നതെന്നാ 2017 ജൂലൈ 1. 2017 ജൂലൈ 1 അത് സ്ഥിരം ചോദിക്കുന്നതാണ്, അതുകൊണ്ട് എടുത്തെഴുതാം. 2017 ജൂലൈ 1 GST ബില്ല് നിലവിൽ വരുന്നത്, PSCയുടെ സ്ഥിരം ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാ? നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി. ഓക്കെ, ആ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു, അല്ലെങ്കിൽ ഈ GST ബില്ലിൽ ഒപ്പുവെച്ചിട്ടുള്ള പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രണബ് മുഖർജി ആയിരുന്നു. നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി, പ്രസിഡന്റ് ആരായിരുന്നു? പ്രണബ് മുഖർജി ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 101-ാം ഭേദഗതി. അപ്പോൾ ഈ ഒരു 101-ാം ഭേദഗതിയിലൂടെ തന്നെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? 279A എന്ന് പറയുന്ന ആർട്ടിക്കിൾ, GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി കൂടിയാണ് 101-ാം ഭേദഗതി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് 101-ാം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കേണ്ടതുണ്ട്. അടുത്തത് 102-ാം ഭേദഗതി. 102-ാം ഭേദഗതി ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ്. അതായത് ദേശീയ പിന്നാക്ക കമ്മീഷൻ എന്ന് പറയുന്നത് മുൻപ് ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. ദേശീയ പട്ടികജാതി കമ്മീഷൻ പോലെ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നില്ല. അപ്പോൾ ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് എന്ത്? 102-ാം ഭേദഗതി. ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് 102-ാം ഭേദഗതി. അപ്പൊ ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 102-ാം ഭേദഗതിയാണ്. ഭേദഗതി ബില്ല് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 123-ാം ഭേദഗതി ബില്ല്. അവിടെ നമ്മൾ നേരത്തെ GSTയുടെ പറഞ്ഞപ്പോൾ 101-ാം ഭേദഗതിയും 122-ാം ഭേദഗതി ബില്ലും, ഇവിടെ 102-ാം ഭേദഗതിയും 123-ാം ഭേദഗതി ബില്ലുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 102-ാം ഭേദഗതി നിലവിൽ വരുന്ന സമയത്തെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ് ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? രാംനാഥ് കോവിന്ദ് ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഈ 123-ാം ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ തവാർചന്ദ് ഗെഹ്ലോട്ട് ആണ് കേട്ടോ. തവാർചന്ദ് ഗെഹ്ലോട്ട് ആണ് 123-ാം ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ 102-ാം ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2017 ഏപ്രിൽ 10-നാണ്. 2017 ഏപ്രിൽ 10 ലോക്സഭ പാസാക്കി. ദെൻ രാജ്യസഭ പാസാക്കുന്നത് 2018 ജൂലൈ 31 രാജ്യസഭ പാസാക്കി. ദെൻ പ്രസിഡന്റ് അംഗീകരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2018 ഓഗസ്റ്റ് 11-നാണ് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത്. അപ്പോൾ ലോക്സഭ പാസ്സാക്കുന്നത് 2017 ഏപ്രിൽ 10, രാജ്യസഭ പാസ്സാക്കുന്നത് 2018 ജൂലൈ 31, പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 2018 ഓഗസ്റ്റ് 11. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. ഇനി അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 102 കഴിഞ്ഞാൽ നെക്സ്റ്റ് ആർട്ടിക്കിളാണ് 103. 103-ാം ആർട്ടിക്കിൾ അല്ല, ഭേദഗതി കേട്ടോ. 103-ാം ഭേദഗതി
103 ഭേദഗതി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് 103 ഭേദഗതി. എന്താ പറയുന്നത്? സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക്, സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് 103 ഭേദഗതി. ഭേദഗതി ചോദിച്ചാൽ 103, ഭേദഗതി ബില്ല് ചോദിച്ചാൽ 124. 103 ഭേദഗതി എന്നുള്ളത് ഓർത്തിരിക്കുക. 124 ഭേദഗതി ബില്ലാണ് എന്നതും ഓർത്തിരിക്കുക. അപ്പം 101 ആണെങ്കിൽ 101 ഭേദഗതിയും 122 ഭേദഗതി ബില്ലും, 102 ആവുമ്പോൾ 102 ഭേദഗതിയും 123 ഭേദഗതി ബില്ലും, 103 ആവുമ്പോൾ 103 ഭേദഗതിയും 124 ഭേദഗതി ബില്ലുമാണ്. ഇത് ഈ ഒരു 103 ഭേദഗതി ലോക്സഭയിൽ പാസ്സാക്കുന്നത് 2019 ജനുവരി 8-നാണ്. ലോക്സഭയിൽ പാസ്സാക്കുന്നത് 2019 ജനുവരി 8-നാണ്. ദെൻ അത് കഴിഞ്ഞ് രാജ്യസഭയിൽ പാസ്സാക്കുന്നത് 2019 ജനുവരി 9-നാണ് കേട്ടോ. രാജ്യസഭയിൽ പാസ്സാക്കുന്നത് 2019 ജനുവരി 9-നാണ്. ദെൻ പ്രസിഡന്റ് അംഗീകരിച്ചത് 2019 ജനുവരി 12. 2019 ജനുവരി 12-നാണ് പ്രസിഡന്റ് അംഗീകരിക്കുന്നത്. നിലവിൽ വന്നത് എപ്പോഴാണ്? 103 ഭേദഗതി നിലവിൽ വന്നത് 2019 ജനുവരി 14. 2019 ജനുവരി 14-നാണ് 103 ഭേദഗതി നിലവിൽ വരുന്നത്. ഈ 103 ഭേദഗതി നിലവിൽ വരുമ്പോഴത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ രാംനാഥ് കോവിന്ദ് ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. ഈ പറയുന്ന 124 ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? തവാർ ചന്ദ് ഗെഹ്ലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ 102 ഭേദഗതിയും 103 ഭേദഗതിയും നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഗെഹ്ലോട്ട്. അത് മൂന്നും ഒരേപോലെ തന്നെയാണ്, ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 103 ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് 104 ഭേദഗതിയെ കുറിച്ചാണ്. 104 ഭേദഗതി എന്ന് പറയുന്നത് നിലവിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ആ സമയത്തെ പ്രസിഡന്റ് ആര് തന്നെയാ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാംനാഥ് കോവിന്ദ് തന്നെയാണ് കേട്ടോ. രാംനാഥ് കോവിന്ദ് തന്നെയാണ്. 102, 103, 104 ഭേദഗതി എല്ലാം വരുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് തന്നെയാണ്. ഇപ്പൊ 104 ഭേദഗതി എന്ന് പറയുന്നത് എത്രാമത് ഭേദഗതി ബില്ലാണ് എന്ന് ചോദിച്ചാൽ 126 ഭേദഗതി ബില്ലാണ്. 126 ഭേദഗതി ബില്ല്. ഓക്കെ. അപ്പൊ 101 പഠിച്ചപ്പോൾ നമ്മൾ 122 ഭേദഗതി ബില്ല് പറഞ്ഞു, 102 പറഞ്ഞപ്പോൾ 123 ഭേദഗതി ബില്ല് പറഞ്ഞു, 103 പറഞ്ഞപ്പോൾ 124 ഭേദഗതി ബില്ല് പറഞ്ഞു. ഇത് 104 ഭേദഗതി എന്ന് പറയുന്നത് 126 ഭേദഗതി ബില്ലാണ്. അപ്പൊ ആ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. ഈ 104 ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്? 2019 ഡിസംബർ 9-ന്. 2019 ഡിസംബർ 9-നാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഇത് ലോക്സഭ പാസാക്കിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഇത് അവതരിപ്പിച്ച ഡേറ്റ് ആണ് പറയുന്നത്. അവതരിപ്പിച്ചതാണ് 2019 ഡിസംബർ 9. പാസാക്കുന്നത് എപ്പോഴാണ്? 2019 ഡിസംബർ 10. 2019 ഡിസംബർ 10-ന് പാസാക്കി. ദെൻ അത് കഴിഞ്ഞ് രാജ്യസഭയിൽ പാസാക്കുന്നത് 2019 ഡിസംബർ 12-നാണ്. 2019 ഡിസംബർ 12-ന് രാജ്യസഭ പാസാക്കുന്നു. അത് കഴിഞ്ഞ് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് എപ്പോഴാ? 2020 ജനുവരി 21-ന് പ്രസിഡന്റ് ഒപ്പുവെച്ചു. 2020 ജനുവരി 21-ന് ഒപ്പുവെച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ 126 ഭേദഗതി ബില്ലാണെന്ന് പറഞ്ഞു. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രവിശങ്കർ പ്രസാദ് ആണ് കേട്ടോ.
രവിശങ്കർ പ്രസാദാണ് 126 ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ നമുക്ക് SC/ST വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സംവരണം എന്ന് പറയുന്നത് കൂട്ടിയിട്ടുണ്ടായിരുന്നു, 10 വർഷത്തേക്കും കൂടെ ദീർഘിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2030 വരെ SC/STക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംവരണം 2030 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭേദഗതി പ്രകാരം. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിരുന്ന സംവരണം അവസാനിപ്പിച്ച ഭേദഗതി കൂടിയാണ് 104 കേട്ടോ. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ സംവരണം നിർത്തലാക്കിയ ഭേദഗതി ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? 104 ഭേദഗതിയാണ്. SC/ST വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സംവരണം 10 വർഷത്തേക്ക് കൂടെ വർദ്ധിപ്പിച്ച ഭേദഗതിയും 104 ഭേദഗതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് 104 ഭേദഗതി. 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. SC/ST വിഭാഗക്കാർക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം 10 വർഷം കൂടി ഉയർത്തി, അതായത് 2030 വരെയാക്കിയിട്ട് മാറ്റി. ആംഗ്ലോ ഇന്ത്യൻസിന്റെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉണ്ടായിട്ടുള്ള സംവരണം എന്ന് പറയുന്നത് അവസാനിപ്പിച്ച ഭേദഗതിയാണ് 104 ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് ലാസ്റ്റ് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഇപ്പൊ വനിതാ സംവരണ ബില്ല് 2023, വനിതാ സംവരണ ബില്ല് 2023 കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ വനിതാ സംവരണ ബിൽ 2023 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? നമ്മളിപ്പോ കണ്ട നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നതാണ് വനിതാ സംവരണ ബിൽ 2023 മറ്റൊരു പേര് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട പരീക്ഷയ്ക്ക് വേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഈ വനിതാ സംവരണ ബിൽ എന്ന് പറയുന്നത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ബില്ലല്ല. വനിതാ സംവരണ ബില്ല് ഇതിനു മുൻപ് ഒരുപാട് തവണ, ഏകദേശം ഒരു 6 തവണയോളം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ പാസ്സാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വനിതാ സംവരണ ബില്ല് ആദ്യമായിട്ട് എപ്പോഴാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വർഷം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 1996 അത് 81 ഭേദഗതി ബില്ലായിരുന്നു. 81 ഭേദഗതി ബില്ലിലൂടെയാണ് 1996 ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതാ മുഖർജിയാണ് ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 6 തവണയൊക്കെ ഈ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ഒന്നുപോലും പാസ്സായിട്ടില്ല എന്നുള്ളതാണ് ശരി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് ഏത് ഭേദഗതിയാണ്? വനിതാ സംവരണ ബിൽ 2023 എന്ന് പറയുന്നത് 106 ഭേദഗതിയാണ്. 106 ഭേദഗതിയാണ്. ഭേദഗതി ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ 128 ഭേദഗതി ബില്ലാണ്. 106 ഭേദഗതിയും 128 ഭേദഗതി ബില്ലുമാണ് നമ്മളിപ്പോൾ വനിതാ സംവരണ ബിൽ 2023 എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അല്ലെ? അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ല് എന്ന് പറയുന്നത് വനിതാ സംവരണ ബിൽ 2023 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഒരു ബില്ല് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ക്വസ്റ്റ്യനിൽ, അതായത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്
ഈ പറയുന്ന വനിതാ സംവരണ ബിൽ അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ലോക്സഭയിലും, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ചിലപ്പോൾ രാജ്യസഭ എന്നൊക്കെ നമുക്ക് ഓപ്ഷനിൽ കൊടുക്കാം, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും, കൂടാതെ ഒരു പോയിന്റ് കൂടെ ഇവിടെ ഓർത്തിരിക്കണം, ദേശീയ തലസ്ഥാന പ്രദേശമായിട്ടുള്ള ഡൽഹിയിലെ നിയമസഭയിലും ആ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കണം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായിട്ടുള്ള ഡൽഹിയിലെ നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടവ ഉൾപ്പെടെ എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നാരി ശക്തി വന്ദൻ അധിനിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ആരാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ് കേട്ടോ. അർജുൻ റാം മേഘ്വാൾ ആണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. വനിതാ സംവരണ ബിൽ 2023 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാ? അർജുൻ റാം മേഘ്വാൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇത് ലോക്സഭ പാസ്സാക്കുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 20-നാണ്. 2023 സെപ്റ്റംബർ 20-നാണ് ഈ ഒരു ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത്. ഇത് രാജ്യസഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 21-ന്. രാജ്യസഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 21-നാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്, പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 28-നാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് എന്നാണ്? 2023 സെപ്റ്റംബർ 28 എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു അല്ലെ. അപ്പൊ 2023 സെപ്റ്റംബർ 28-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അപ്പൊ ഈ 3 ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാ? 2023 സെപ്റ്റംബർ 20-ന്. രാജ്യസഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാ? 2023 സെപ്റ്റംബർ 21-ന്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 28-ന് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ പറയുന്ന വനിതാ സംവരണ ബിൽ എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പിലാകില്ല എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിപ്പോൾ നടപ്പിലാകില്ല. പിന്നീട് ഓൾട്ടർ ചെയ്ത് ഇനി വരുന്ന സെൻസസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഈ ഒരു ബില്ല് നടപ്പിലാകുക. ഓക്കെ. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഈ വനിതാ സംവരണം നടപ്പിലാകില്ല എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമാണ് ഈ വനിതാ സംവരണം നടപ്പിലാകൂ എന്നുള്ളതാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി പ്രത്യേകത പറയാൻ ഒരു പോയിന്റും കൂടെ ഉണ്ട്. രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞല്ലോ, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും അതുപോലെ തന്നെ ഡൽഹിയിലെ നിയമസഭയും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടേക്കാണ് വനിതാ സംവരണം വരുന്നത്. എന്നാൽ രാജ്യസഭയിലോ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ ഒന്നും തന്നെ ഈ വനിതാ സംവരണം ഉണ്ടാകില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഇനി എത്ര കാലത്തേക്കാണ് ഈ സംവരണം കൊണ്ടുവരുന്നത്? ഒരു കാലാവധിയൊക്കെ നമ്മൾ പറയുമല്ലോ, ഇത്ര വർഷത്തേക്ക് എന്നുള്ളത് അല്ലേ. അപ്പൊ അതിന്റെ കാലാവധി എന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 15 വർഷത്തേക്കാണ് കേട്ടോ. 15 വർഷത്തേക്കാണ് ഈ ഒരു വനിതാ സംവരണം എന്ന് പറയുന്നത്. 15 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് സ്ത്രീക്കും പുരുഷനും ഒക്കെ ഏകദേശം തുല്യത വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 15 വർഷത്തേക്കാണ് ഈ ഒരു വനിതാ സംവരണം കൊണ്ടുവരാനായിട്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ടൈം പീരീഡ് പഠിക്കുക, 15 വർഷമാണ്. ഇനി ഈ ഒരു വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് ആർട്ടിക്കിൾസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെ ആർട്ടിക്കിളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ 330A. ആർട്ടിക്കിൾ 330A എന്ന് പറയുന്നത് റിസർവേഷൻ ഓഫ് വുമൺ ഇൻ ലോക്സഭയിലെ വനിതകൾക്കുള്ള സംവരണമാണ് 330A പറയുന്നത്.
രണ്ടാമത്തേത് 332A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മൾ പറഞ്ഞില്ലേ, സംസ്ഥാനം കേട്ടോ, സ്റ്റേറ്റിൽ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി പറഞ്ഞു, അവിടെയുള്ള വനിതാ സംവരണമാണ്. മൂന്നാമത്തെ കേസ് പറയുന്നത് 239A 239A എന്ന് പറയുന്നത് എന്താണ്? ഡൽഹിയിലെ വനിതാ സംവരണമാണ് 239A എന്ന് പറയുന്നത്. നാലാമതൊരെണ്ണം കൂടെ മാറ്റം വന്നിട്ടുണ്ട്, 334A. 334A എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് ഇത് വരിക, അതായത് മണ്ഡലം പുനർനിർണയത്തിന് ശേഷമാണ് ഇത് വനിതാ സംവരണം നമ്മൾ നിലവിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതാണ് 334A. ഓക്കെ, സെൻസസ് ഒക്കെ കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ ഒക്കെ വന്നതിന് ശേഷമാണ്, അതിനുശേഷം വരും എന്ന് പറയുന്നതാണ് 334A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 330A, 332A, 334A, 239AA എന്ന് പറയുന്ന 4 ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്തിയത്. അപ്പൊ 330A എന്ന് പറയുന്നത് വനിതാ സംവരണം എവിടേക്കുള്ളതാ? ലോക്സഭ. പിന്നെ 332A എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ളത്. 239AA എന്ന് പറയുന്നത് ഡൽഹിയിലേക്കുള്ളത്. 334A എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെൻസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വനിതാ സംവരണ ബില്ല് നിലവിൽ വരികയുള്ളൂ എന്ന് പറയുന്നതാണ്, കൊണ്ടുവരത്തുള്ളൂ എന്ന് പറയുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആർട്ടിക്കിളിലാണ് ഈ ഒരു നാരീശക്തി വന്ദൻ അധിനിയത്തിലൂടെ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് നാരീശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ബില്ലിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും 1 മാർക്ക് ഷുവറായിട്ടും ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഭേദഗതികളും കൂടെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പോയിന്റും അതിൻ്റെ വർഷവും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യത്തെ ഭേദഗതി, ഒന്നാമത്തെ ഭേദഗതി തന്നെ നിങ്ങൾ പഠിച്ചോളൂ. ഒന്നാം ഭേദഗതിയുടെ വർഷം 1 അവസാനിക്കുന്നു. ഒന്നാമത്തെ പഞ്ചവത്സര നമ്മൾ പദ്ധതി പഠിക്കില്ലേ, അതുപോലെ 1951 ഒന്നാം ഭേദഗതി. ഈ ഒന്നാം ഭേദഗതിയിൽ ചെയ്ത കാര്യം എന്താണ്? 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അപ്പോൾ ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇപ്പം നമ്മൾ 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? അപ്പോൾ നമ്മൾ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ O വെച്ചിട്ട് വരുന്ന അടുത്ത സംഖ്യ ഏതാ? 9 ആണ്. 1, 9 ഇത് 2 മാത്രമാണ് O വെച്ചിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒന്നാം ഭേദഗതിയിലാണ് 9ാം പട്ടിക കൂട്ടിച്ചേർത്ത്. അങ്ങനെ ഓർത്തിരിക്കാലോ. അപ്പോൾ ഒന്നാം ഭേദഗതി 1951 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. അങ്ങനെ തന്നെ അത് ഓർത്തിരിക്കാം. അടുത്ത ഭേദഗതിയാണ് 7ാം ഭേദഗതി. 7ാം ഭേദഗതി എന്ന് പറയുന്നതിൻ്റെ വർഷം ഇവിടെ 7 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 5, 6, 5, 6, 7 അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ 1956 7ാം ഭേദഗതി 5, 6, 7 എന്നിങ്ങനെ തുടർച്ചയായിട്ട് വരണം. ആ ഒരു രീതിയിൽ ഓർത്താൽ മതി. 7ാം ഭേദഗതിയുടെ വർഷം കിട്ടി. ഇനി ഇതെന്താണ് ഇവിടെ പറയുന്നത്? 7ാം ഭേദഗതി അല്ലേ? ആ 7നെ നമ്മളൊന്ന് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? L എന്ന് പറഞ്ഞാൽ L ഫോർ ലാംഗ്വേജ് എന്ന് ഓർക്കുക. അപ്പം ലാംഗ്വേജ് എന്താണ്? ഭാഷ അല്ലേ? അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതിയാണ് 7ാം ഭേദഗതി. അപ്പോൾ 7നെ തിരിച്ചിട്ടാൽ L കിട്ടും. അപ്പോൾ ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. 7 എന്ന് പറയുമ്പോൾ 5, 6, 7 ആ ഒരു രീതിയിൽ ഓർക്കുമ്പോൾ 1956 എന്ന് പറയുന്ന വർഷവും കൂടെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 11ാം ഭേദഗതി. 11ാം ഭേദഗതി പറയുന്നത് എന്താണ്? വർഷം 1961. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി 11ാം ഭേദഗതി എന്ന് പറയുമ്പോൾ നമുക്ക് ആ 11നെ ഇങ്ങനെ ഇടാം. ദെൻ നടുക്ക് വരുന്നത് 11 എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്കൂള് കോളേജൊക്കെ അല്ലേ ഓർമ്മ വരുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി ഉണ്ടല്ലോ, 96 എന്ന് പറയുന്ന ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർക്കുക. സ്കൂൾ ടൈമൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു മൂവി. അപ്പോൾ 96 എന്ന് പറയുന്ന മൂവി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ 11നെ ഇങ്ങനെ ഇട്ടു, 96 ഇട്ടു. അപ്പോൾ 1961 എന്ന് പറയുന്ന വർഷം കിട്ടി. ഇനി അവിടെ എന്താണ്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. ഇലക്ട്രൽ കോളേജ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 11ാം ഭേദഗതി. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 11, 96 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളും കോളേജൊക്കെയാണ് ഓർമ്മ വരിക എന്നുള്ള രീതിയിൽ കോളേജ് ഇലക്ട്രൽ കോളേജുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ 11ാം ഭേദഗതി 1961
ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ള ഭേദഗതിയാണ് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് ഓർത്തിരിക്കാലോ. യെസ്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തതാണ് 24-ാം ഭേദഗതി. 24-ാം ഭേദഗതി. 24-ാം ഭേദഗതിയുടെ വർഷം എന്ന് പറയുന്നത് 1971. 24-ാം ഭേദഗതിയുടെ വർഷം 1971. ഇവിടെ എന്താണ് മാറ്റം കൊണ്ടുവന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാനായിട്ട് പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് വർഷം നമുക്ക് എങ്ങനെ ഓർക്കാം? 24 നിങ്ങളൊന്ന് എഴുതുക. 24 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ? അതായത് അതെ ഇങ്ങനെ 2 വരകൾ ചേർത്തിട്ടല്ലേ എഴുതുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഈ ഇങ്ങനെ ഇട്ടിരിക്കുന്ന L എന്ന് പറയുന്നത് നമുക്ക് 7 ആയിട്ട് എടുക്കാം അല്ലെ? ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ 7 1 കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? 1971 എന്നുള്ള വർഷത്തിലോട്ട് എത്താം. ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിനൊന്ന് തിരിച്ചിടുമ്പോൾ നമുക്ക് 71 എന്ന് കിട്ടും. അപ്പോൾ 1971 24-ാം ഭേദഗതി എന്ന് കിട്ടും. ഇനി അവിടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യാമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ 4 എന്ന് പറയുന്നതിനെ മാറ്റം വരുത്തി, ഭേദഗതി വരുത്തിയിട്ടാണ് 71 മാറ്റിയത് അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ 24-ാം ഭേദഗതി 1971 മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം ഉണ്ട് എന്ന് പറയുന്ന ഭേദഗതിയാണ് 24-ാം ഭേദഗതി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് 26-ാം ഭേദഗതി. 26-ാം ഭേദഗതിയുടെ വർഷവും 1971 തന്നെയാണ് കേട്ടോ. 24-ന്റെ അതേ വർഷമാണ്, 71 തന്നെയാണ് വരുന്നത്. ഇവിടെ എന്താണ്? പ്രിവി പൾസ് നിർത്തലാക്കി. പ്രിവി പൾസ് കേട്ടോ, നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന പ്രിവി പൾസ് നിർത്തലാക്കിയിട്ടുള്ള ഭേദഗതിയാണ്. പ്രിവി പൾസ് നിർത്തലാക്കി. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? 26-ാം ഭേദഗതി. അതായത് ഇപ്പോൾ ഈ ബോയ്സ് ഒക്കെ ആണെന്ന് വിചാരിച്ചോളൂ. ആൺകുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു 25 വയസ്സ് വരെയൊക്കെ ജോലിയൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരെന്ത് ചെയ്യും? അമ്മമാരൊക്കെ പേഴ്സ് നിറച്ച് കാശൊക്കെ തരും അല്ലേ മോനെ ചെലവിന് വേണ്ടി. 25 വയസ്സൊക്കെ കഴിഞ്ഞു, ഒരു 26-ാമത്തെ വയസ്സ് തുടക്കമൊക്കെ ആകുമ്പോൾ പറയും, ഇനി പേഴ്സിൽ വെക്കാൻ കാശൊന്നും തരത്തില്ല, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പേഴ്സിൽ വെക്കാനുള്ള പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കോ എന്ന് പറയുന്ന ഒരു ടൈമാണ് അല്ലേ? അപ്പോൾ 26-ാമത്തെ വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് പേഴ്സ് നിറയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. പ്രിവി പൾസ് നിർത്തലാക്കി, അല്ലെങ്കിൽ അമ്മ നമുക്ക് തരുന്ന പേഴ്സിൽ വെക്കാൻ തരുന്ന മണി നിർത്തലാക്കി എന്നുള്ള രീതിയിൽ ഓർത്താലും മതി 26 വയസ്സായപ്പോൾ. ഓക്കെ. അപ്പോൾ 26-ാം ഭേദഗതി 1971 പ്രിവി പൾസ് നിർത്തലാക്കി. നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന പ്രിവി പൾസ് നിർത്തലാക്കിയ ഭേദഗതിയാണ് 26-ാം ഭേദഗതി എന്ന് പറയുന്നത്. വർഷം 1971. ഇത്രയും കിട്ടിയോ? എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. 1-ാം ഭേദഗതി എന്തായിരുന്നു? 1951 വർഷം. 9-ാം പട്ടിക കൂട്ടിച്ചേർത്തു അല്ലെ? 1-ാം ഭേദഗതി 1951, 9-ാം പട്ടിക കൂട്ടിച്ചേർത്തു. ദെൻ 7-ാം ഭേദഗതി നമ്മൾ പറഞ്ഞു 1956 അല്ലെ? 5, 6, 7 ആ ഒരു രീതിയിൽ 1956 എന്താ 7നെ തിരിച്ചിടുമ്പോൾ L4 ലാംഗ്വേജ് എന്ന് പറഞ്ഞു. സോ ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതിയാണ് എന്ന് പറഞ്ഞു. ദെൻ 11-ാം ഭേദഗതി 1961 അല്ലെ? 96 കണക്ട് ചെയ്തു. ദെൻ ഇലക്ട്രൽ കോളേജ്, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രൽ കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് 11-ാം ഭേദഗതി. കോളേജുമായിട്ടും 96ഉം 11ഉമായിട്ടും കണക്ട് ചെയ്തു. പിന്നെ 24-ാം ഭേദഗതി 1971 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട് എന്ന് പറയുന്നതാണ് 24-ാം ഭേദഗതി. സോ 24-ലെ 4നെ നമ്മൾ ഭേദഗതി വരുത്തി നമ്പർ മാറ്റി 71 എത്തി അല്ലെ? അങ്ങനെ കണക്ട് ചെയ്തു. ദെൻ 26-ാം ഭേദഗതി എന്ന് പറയുന്നത് 1971 പ്രിവി പൾസ് നിർത്തലാക്കി എന്നും പറഞ്ഞു. ഓക്കെ. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഭേദഗതി എന്ന് പറയുന്നത് 36-ാം ഭേദഗതിയാണ് കേട്ടോ. 36-ാം ഭേദഗതി. 36-ാം ഭേദഗതിയുടെ വർഷം എന്ന് പറയുന്നത് 1975 അവിടെ അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് സിക്കിം സംസ്ഥാനത്തിൻ്റെ രൂപീകരണമാണ്
36-ാം ഭേദഗതി. 36-ാം ഭേദഗതി പറയുന്നത് സിക്കിം സംസ്ഥാനത്തിന്റെ രൂപീകരണമാണ്. വർഷം 1975. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. വർഷം ഞാനിത് ഇങ്ങനെ എഴുതുന്നുണ്ട്. 1975, 36-ാം ഭേദഗതി, സിക്കിം. ഇങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ് എന്നുള്ളത് 7. എഴുന്നേറ്റ് 5 മണിക്ക്, അതായത് കാലത്ത് നേരത്തെ എന്നുള്ള രീതിയിൽ 5 മണിക്ക്. അപ്പോൾ എഴുന്നേറ്റ് 5 മണിക്ക് നമ്മളിപ്പോൾ എന്താണ് ടൂർ പോകാമെന്ന് വിചാരിച്ചോ. മൂന്നാറിലേക്കാണ് പോകുന്നത്. മൂന്നാർ കേട്ടോ. 36 എന്നുള്ളതിന് 3, 6. അപ്പോൾ മൂന്നാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് അസുഖം വരും അല്ലേ. അപ്പം സിക്കാവും എന്ന് ഓർത്താൽ മതി. സിക്ക് അസുഖം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് 5 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ മൂന്നാർ പോയി കഴിഞ്ഞാൽ സിക്കാവും എന്നുള്ള രീതിയിൽ സിക്കിമുമായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പോൾ 36-ാം ഭേദഗതി വർഷം 1975, സിക്കിം എന്നുള്ളത് നമുക്ക് അവിടെ കണക്ഷൻ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ സിക്കിം സംസ്ഥാനത്തിന്റെ രൂപീകരണമാണ് 36-ാം ഭേദഗതി 1975 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതാണ് 61-ാം ഭേദഗതി. 61-ാം ഭേദഗതി വർഷം 1989 ആണ്. 1989. ഇവിടെ ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്നും 18 വയസ്സായിട്ട് കുറച്ചു. വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്നും 18 ആക്കി കുറച്ചു. അപ്പൊ 61-ാം ഭേദഗതി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ വർഷം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? 61-ാം ഭേദഗതിയുടെ വർഷം വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്ന് 18 ആക്കി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ 18 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 9 കൂടെ കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ ഞാനത് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. 9 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 കിട്ടും. അപ്പൊ ഈ രീതിയിൽ എഴുതിയാൽ മതി. 9 കൂടെ കൂട്ടുമ്പോൾ 18. അപ്പൊ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തിലോട്ട് ഈസി ആയിട്ട് എത്താം. അപ്പൊ 1989. അപ്പൊ 61-ാം ഭേദഗതി വർഷം 1989. വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്നും 18 ആക്കി കുറച്ച ഭേദഗതിയാണ് 61-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭേദഗതികളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളാണ് പറഞ്ഞത്. ഒരു ഭേദഗതിയും കൂടെ ഓർത്തിരിക്കണേ. 89-ാം ഭേദഗതി. 89-ാം ഭേദഗതി വർഷം 2003 ആണ്. 2003. അപ്പോൾ ഇവിടെ എന്താണ് കൊണ്ടുവന്നത്? ആദ്യം നമുക്ക് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒറ്റ കമ്മീഷനായിരുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഒറ്റ കമ്മീഷനായിരുന്നു. അതിനെ 2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും 2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ 89-ാം ഭേദഗതിയാണ് 2003 കേട്ടോ. അപ്പൊ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും വേർതിരിച്ച ഭേദഗതിയാണ് 89-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ. ഇത് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികളാണ് പറഞ്ഞത്. ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള കണക്ഷൻസ് പഠിക്കാനായിട്ട് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ ഭേദഗതി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്